ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമുക്കിന്ന് ഒരു പ്രവൃത്തി ചെയ്യും എന്ന് എങ്ങനെ പറയാം എന്ന് നോക്കാം. അതായത് വരും, പോകും, എടുക്കും, കൊടുക്കും, എഴുതും, പഠിക്കും എന്നല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് നമ്മളെക്കാൾ താഴ്ന്ന നിലയിലുള്ളവർ, നമ്മുടെ സമവയസ്കർ, നമ്മുടെ അതേ സ്റ്റാറ്റസിലുള്ളവർ, അതുപോലെ തന്നെ നമ്മളെക്കാൾ മുതിർന്നവർ, ബഹുമാനിക്കപ്പെടേണ്ടവർ, ഇവരോടെല്ലാം എങ്ങനെ വാക്കുകൾ ഉപയോഗിക്കണമെന്നാണ് നോക്കിയത്. ഇന്ന് നമുക്ക് ആ ക്രിയാശബ്ദത്തോടുകൂടി എന്ത് മാറ്റം വരുത്തുമ്പോഴാണ് വരും, പോകും എന്നൊക്കെ പറയാൻ സാധിക്കുന്നത്, അതായത് ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ പറയാം എന്ന് നോക്കാം. നമുക്ക് ക്രിയാശബ്ദത്തിൻ്റെ ധാതുരൂപത്തോടാണ് മാറ്റങ്ങളെല്ലാം വരുന്നത്. അതായത് ജാന എന്ന ക്രിയയാണെങ്കിൽ ന മാറ്റിയിട്ട് ബാക്കിയുള്ളത്, അതായത് ജാ, ആ ജാ എന്ന രൂപത്തോടു കൂടിയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്. കമല വരുന്നുണ്ട് എന്ന് പറയാൻ കമല ആയേഗി, മോഹൻ വരും എന്ന് പറയാനായിട്ട് മോഹൻ ആയേഗ. നമ്മുടെ കുറേ പെൺ സുഹൃത്തുക്കൾ നാളെ മുംബൈയിൽ നിന്ന് വരുന്നുണ്ട്, നമുക്ക് പറയാം കൽ മുംബൈ സെ ഹമാരെ സാഥി ആയേങ്കി. ഇനി ആൺ സുഹൃത്തുക്കൾ വരുമ്പോൾ എന്താണ് മാറ്റം വരുന്നതെന്ന് ശ്രദ്ധിക്കുക. കൽ മുംബൈ സെ ഹമാരെ സാഥി ആയേങ്കെ. ഇനി ഗ്രാമർ ആവശ്യമേ ഇല്ല സ്പോക്കൺ ഹിന്ദിയിൽ, എന്നാലും ശ്രദ്ധിക്കുക, സാധി എന്ന വാക്ക് സ്ത്രീലിംഗമായിട്ടും പുല്ലിംഗമായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. സാധി മാത്രമല്ല, ദോസ്ത് എന്ന വാക്കും ഫ്രണ്ട്സിൻ്റെ പകരം ഉപയോഗിക്കാവുന്നതാണ്. ആ ദോസ്ത് എന്ന വാക്കും സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും ഒരേപോലെ ഉപയോഗിക്കുന്നതാണ്. ആയേഗ അല്ലെങ്കിൽ ആയേഗി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ആയേഗി സ്ത്രീകൾക്ക് വേണ്ടിയും ആയേഗ പുരുഷന്മാർക്ക് വേണ്ടിയും, അതായത് പുല്ലിംഗത്തിന് വേണ്ടി. ഇനി ഒന്നിൽ കൂടുതൽ പേർ വരുന്നുണ്ട് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിച്ചത് ആയേങ്കെ, ആയേങ്കി, ഈ രണ്ട് ക്രിയകളാണ്. ആയേങ്കെ എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗത്തിന് വേണ്ടിയും, ആയേങ്കി എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗത്തിന് വേണ്ടിയും ഉപയോഗിക്കുന്നു. കമല പറയുന്നു ഞാൻ നാളെ ദില്ലിക്ക് പോകുമെന്ന്. കമല അതെങ്ങനെ പറയുന്നു നോക്കാം. മേം കൽ ദില്ലി ജാവൂങ്കി എന്ന് പറയും. ഇനിയത് മോഹൻ പറയുമ്പോഴെങ്ങനെയാണെന്ന് നോക്കാം. മോഹൻ പറയുന്നത് ഇപ്രകാരമാണ്, മേം കൽ ദില്ലി ജാവൂങ്ക. കമല പറയുകയാണ് വീണ്ടും അവൾ അവിടെ പോയിട്ട് താജ്മഹൽ കാണും എന്ന്. അതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. മേം ഉധർ ജാക്കർ താജ്മഹൽ ദേഖുങ്കി. അപ്പോൾ മോഹൻ പറഞ്ഞു ഞാനും അവിടെ എത്തിയതിന് ശേഷം താജ്മഹൽ കാണാൻ പോകും എന്ന്. അതെങ്ങനെ പറയാമെന്ന് നോക്കാം. മേം ഭി ഉധർ പഹുഞ്ചനെ കെ ബാദ് താജ്മഹൽ ദേഖ്നെ ജാവൂങ്ക. ഇനി ആ വാക്ക് തന്നെ കമല പറയുകയാണെങ്കിൽ ജാവൂങ്ക എന്നുള്ള വാക്ക് ജാവൂങ്കി ആക്കിയാൽ മതി. അതായത് മേം ഭി ഉധർ പഹുഞ്ചക്കർ താജ്മഹൽ ദേഖ്നെ ജാവൂങ്കി. ഉടനെ തിരിച്ചു ചോദിക്കുകയാണ് മോഹൻ താജ്മഹൽ മാത്രമേ കാണാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന്. കമലയോട് അതെങ്ങനെ ചോദിക്കുന്നു എന്ന് നോക്കാം. കേവൽ താജ്മഹൽ മാത്ര ഹി ദേഖോഗി. നമുക്ക് കമലയുടെ ഉത്തരം എന്താണെന്ന് നോക്കാം. കമല പറയുകയാണ് നഹി നഹി ആസ്പാസ് കെ സാരെ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഹം ദേഖേങ്കെ. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് സ്പോക്കൺ ഹിന്ദിയിൽ ഗ്രാമർ ഒട്ടും തന്നെ ഇമ്പോർട്ടൻ്റ് ഇല്ല. എന്നിരുന്നാലും നമുക്ക് നോക്കാം. ഹം ദേഖേങ്കെ എന്നാണ് അവസാനം പറഞ്ഞത്. അവിടെ അവരുടെ ട്രൂപ്പിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കുറേ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ദേഖേങ്കെ എന്ന് പറഞ്ഞാൽ ബഹുവചനം പുല്ലിംഗമാണത്. ദേഖേങ്കെ എന്ന് പറഞ്ഞാൽ കാണും. അവിടെ അത് പ്ലൂറലാണ്, പുല്ലിംഗ ബഹുവചനമാണ്. കുറേ പേരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുല്ലിംഗത്തിലാണ് അത് പ്രയോഗിച്ചിരിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് പ്ലേസസ് എന്ന് ഞാൻ പറഞ്ഞു, ഞാൻ സൂചിപ്പിച്ചിരുന്നു നമുക്ക് ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിക്കാം സംസാരിക്കുമ്പോൾ എന്ന്. ഇമ്പോർട്ടൻ്റ് എന്നുള്ളതിന് മുഖ്യ അല്ലെങ്കിൽ പ്രധാൻ എന്ന് പറയാം. അപ്പോൾ മുഖ്യ പ്ലേസസ്, മുഖ്യ ജഗഹ്, പ്രധാൻ സ്ഥാൻ, ഇങ്ങനെയൊക്കെ മുഖ്യസ്ഥാൻ ഇതൊക്കെ പറയാം സ്ഥലം എന്നുള്ളതിന്, പ്ലേസസിന്. അതല്ല, നിങ്ങൾ ഹിൽ സ്റ്റേഷൻസോ പിൽഗ്രിം സെൻറ്റേഴ്സോ ഒക്കെ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളുടെ എല്ലാം പേര് പറഞ്ഞിട്ട് അവിടെയെല്ലാം പോകും, അതായത് ജായേങ്കെ എന്ന് പറയാം. മോഹൻ വീണ്ടും ചോദിച്ചു എങ്ങനെയാണ് പോകുന്നത്, ബസ്സിനാണോ അതോ ട്രെയിനിനാണോ? അതെങ്ങനെ ചോദിച്ചോന്ന് നോക്കാം. കൈസേ ജാവോഗി, ബൈ ബസ് ഓർ ട്രെയിൻ. ഇനി ബസ്സിന് ബസ് എന്ന് തന്നെയാണ് ഹിന്ദിയിലും പറയുക, ട്രെയിനിന് റെയിൽ ഗാഡി എന്നാണ്. റെയിൽ ഗാഡി സേ യാ ബസ് സേ എന്നാണ് ചോദിക്കേണ്ടത്. ഹൗ ഡു യു ഗോ അല്ലെങ്കിൽ ഹൗ വിൽ യു ഗോ, ബൈ ബസ് ഓർ ട്രെയിൻ എന്ന് നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കും. നമുക്ക് കമലയുടെ ഉത്തരം എന്താണെന്ന് നോക്കാം. കമല ഉടനെ പറയുകയാണ് ഹംനെ
ഫ്ലൈറ്റ് ബുക്ക് കർ ദിയ ഹെ. കമല പറഞ്ഞത് ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ്. മോഹൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, കബ് ലൗട്ടോഗി, എപ്പോൾ തിരിച്ചു വരും എന്നാണ് ചോദിച്ചത്. കമല എന്താണ് ഉത്തരം പറയുക എന്ന് നോക്കാം. ഹം ഏക് ഹഫ്തേക്കെ ബാദ് ലൗട്ടേങ്കെ. ഏക് ഹഫ്ത എന്ന് പറഞ്ഞാൽ 1 വീക്ക്, അതായത് ഒരാഴ്ച എന്നാണ് അർത്ഥം. ആ 7 ഡേയ്സിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം ലൗട്ടേങ്കെ, വിൽ ബി ബാക്ക് ഓർ റിട്ടേൺ എന്നാണ് അർത്ഥം. ഇനി നിങ്ങൾക്ക് ഈ കോൺവെർസേഷൻ നീട്ടിക്കൊണ്ടു പോകണമെങ്കിൽ സെൻറ്റൻസ് ഉണ്ടാക്കി നീട്ടിക്കൊണ്ടു പോകാം. അതല്ല ഇവിടെ വെച്ച് പരസ്പരം പിരിയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബൈ പറഞ്ഞ് പിരിയാം. ഉടനെ മോഹൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി ചോദിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ അവസാനം വിഷ് ചെയ്ത് പിരിയാം. മോഹൻ പറയും അപ്നാ ഖയാൽ രഖ്ന കമല. അപ്നാ ഖയാൽ രഖ്ന എന്ന് പറഞ്ഞാൽ കമല യു ടേക്ക് കെയർ. ബൈ പറഞ്ഞ് പിരിയാം. ശുഭയാത്ര നേരാം. ശുഭയാത്ര മീൻസ് ഹാവ് എ നൈസ് ജേർണി എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെ. അങ്ങനെ പറഞ്ഞ് ബൈ പറഞ്ഞ് കൈ കൊടുത്ത് പിരിയാവുന്നതാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ധന്യവാദ്. ഹം അഗലെ വീഡിയോ पर फिर मिलेंगे. टिल देन बाय बाय.